ഓരോ അനുഭവങ്ങൾ വിളിച്ചു പറയുമ്പോ നമ്മള് കുറ്റക്കാരനാവും. ഇത് ഈമാൻകാരും ഇസ്ലാംകാരും ഒന്നല്ല, നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നമ്മൾ പറയണത് വല്ല ശരിയുണ്ടോ തെറ്റുണ്ടോ അതൊന്നും ആലോചിച്ച് നോക്കുക. ഇപ്പൊ അതുപോലെ തന്നെ ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരനക്ക് സംഭവിച്ചതാ. കൂട്ടുകാരന്റെ കുട്ടീനായിട്ട് അവന് ബീച്ചിൽ പോയ നേരത്തെ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ത്, കുട്ടികളെങ്ങനെ പൊന്തിച്ചെടുത്തുങ്ങാണ്ട് മോള് കിട്ടുങ്ങാണ്ട് ഇങ്ങനെ പിടിക്കല്. അതൊരു പ്രാവശ്യം മോളെ ഇങ്ങനെ ഇട്ടിട്ട് പിടിച്ചപ്പോ മോള് നല്ല ചിരിയും കളിയൊക്കെ ആയി. രണ്ടാമത്തെ പ്രാവശ്യം മോളെ പൊന്തിച്ചാണ്ട് ഇട്ട് താഴത്തേക്ക് കൊണ്ട് വന്ന് നോക്കിയപ്പോ കുട്ടിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഇപ്പൊ ICUലാണ് കിടക്കണ ആ കുട്ടി. ഇതൊക്കെ നമ്മൾ പറയുമ്പോ പറയും ഇത് ഉണ്ടാക്കി പറയണെന്ന്. മക്കളെ ഇതൊക്കെ ഓരോരുത്തർ അനുഭവിക്കുന്ന വേദനകളാണ് പറയണത്. എനിക്കുണ്ട് ചെറിയ കുട്ടി, എനിക്ക് ചെറിയ മക്കളൊക്കെ ഉണ്ട്. നമുക്ക് ആരെ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ടുള്ള വിഷമം കൊണ്ട് പറയണതാണ്. പക്ഷെ അത് ചിലവര് നമ്മളെ അടിയിൽ വന്നിട്ട് കമന്റ് ഇട്ട് തമാശ നിങ്ങൾ ഉണ്ടാക്കി പറയണം. നമ്മളെ അനുഭവങ്ങളാണ് ഓരോന്നും വിളിച്ചു പറയണത്. എനിക്ക് വന്നപ്പോ നിങ്ങളോട് ഇപ്പൊ ഇങ്ങനെ ഈ നുണ പറയണ എന്തെങ്കിലും കിട്ടാൻ പോണ്ടാവും, മറ്റുള്ളവർക്ക് അനുഭവിക്കാതിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ എല്ലാവർക്കും മക്കളെ നമുക്ക് പടച്ചോൻ തന്ന കനിയാണ്, നമുക്ക് പടച്ചോൻ തന്ന നിധിയാണ് നമ്മളെ മക്കള്. നമ്മളെന്തിനാണ് നമ്മളെ മക്കളെ ഇല്ലാതാക്കണേ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോളി. എപ്പോഴാണ് മക്കൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക എന്ന് പറയാൻ കഴിയില്ല. അവര് ചിരിക്കും കളിക്കും, അവർക്കും ഒന്നും അറിയില്ല. 2 വയസ്സായിട്ടുള്ള ആ പൊന്നും മോൾക്ക് എന്തായാലും പടച്ചോന് പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു എല്ലാവരും മക്കളെ തൊട്ട് കാക്കും ചെയ്യട്ടെ.